റബ്ബർ ഇന്ത്യയിലെ 90% റബ്ബർ നമ്മുടെ കേരളത്തിൻ്റേതായിരുന്നു. എത്ര ഐശ്വര്യത്തോടെയാണ് റബ്ബർ കർഷകർ നാട്ടിൽ ജീവിച്ചിരുന്നെന്ന് ഓർക്കുക. കാരണം നല്ല കാർഷിക രംഗം, നല്ല വരുമാനം, അന്തസ്സുറ്റ ജീവിതം നയിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു. പക്ഷേ ആസിയാൻ കരാർ ഒപ്പിട്ടതോടെ എല്ലാം തകിടം മറിഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് സ്വാഭാവിക റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് തടസ്സമില്ലാതായി. ആസിയാൻ രാജ്യങ്ങളിൽ നിന്നും റബ്ബർ ഇങ്ങോട്ട് വന്നു. വലിയ ആഘാതം കർഷകർക്ക് നൽകി. മനമെടുത്ത കർഷകർ റബ്ബർ കൃഷിയോട് തന്നെ വൈമുഖ്യം കാണിച്ചു. 90% ഉൽപ്പാദിപ്പിച്ചിരുന്ന നാട് ഇപ്പോൾ 70% മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ആവശ്യമായ തോതിൽ വില ലഭിക്കുന്നില്ല. ഇതെല്ലാം ആസിയാൻ കരാറിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഇതിൻ്റെ തുടർച്ചയായി കാണാൻ കഴിയുന്നൊരു വസ്തുത, ടയർ കമ്പനികളാണ് വലിയ തോതിൽ കൊള്ളലാഭം അടിച്ചത്. അവർക്ക് തുച്ഛമായ വിലക്ക് കൃഷിക്കാരിൽ നിന്ന് റബ്ബർ സംഭരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കൃഷിക്കാർക്ക് ന്യായമായ വില കൊടുക്കാതിരിക്കുക, അതിനാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കമ്മീഷൻ നമ്മുടെ ടയർ കമ്പനികൾക്ക് കർഷകരെ വഞ്ചിച്ചതിനും കർഷകർക്ക് ന്യായമായ വില നൽകാതിരുന്നതിനും പിഴയിട്ടത്. ടയർ കമ്പനികൾ അടക്കേണ്ട പിഴ 1800 കോടി രൂപ. അത് വന്നപ്പോൾ BJP ഗവൺമെൻറ്റാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസിനും BJPക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരേ നയമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ നയം കോൺഗ്രസിന് ഏറ്റെടുക്കാനും കോൺഗ്രസിൻ്റെ നയം BJPക്ക് അതേ രീതിയിൽ തുടരാനും വിഷമമില്ല. ആസിയാൻ പ്രശ്നത്തിൽ അതാണ് കണ്ടത്. ഈ വിധി വന്നിട്ടും ആ പിഴ ഈടാക്കാനുള്ള നടപടിയല്ല ഗവൺമെൻറ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ആ 1800 കോടി രൂപ കൃഷിക്കാർക്ക് അർഹതപ്പെട്ടതാണ്. പിഴ ഈടാക്കി കൃഷിക്കാർക്ക് നൽകുകയാണ് വേണ്ടത് എന്ന് ഇടതുപക്ഷം രാജ്യത്തും LDF കേരളത്തിലും ആവശ്യപ്പെട്ടു. എന്നാൽ ടയർ കമ്പനികൾ പോയൊരു സ്റ്റേ സമ്പാദിച്ചപ്പോൾ BJP ഗവൺമെൻറ് അതിനോടൊപ്പമായി. ഒന്നും നടപ്പാക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ കേരളത്തിൽ റബ്ബർ കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാൻ ചുരുങ്ങിയത് 250 രൂപയെങ്കിലും അനുവദിക്കണമെന്ന് കേരള സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ് അതിന് സന്നദ്ധമല്ല. അത്തരമൊരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ബജറ്റിൽ 180 രൂപയായി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇവിടെ
റബ്ബർ കർഷകരുടെ തകർച്ച പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ BJP ഗവൺമെൻറ് സന്നദ്ധമല്ല. ആസിയാൻ കരാർ നടപ്പാക്കിയതിലൂടെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് കർഷകർ ഈ രീതിയിൽ തകർത്തത്. അതേ നയം തന്നെയാണ് BJP സർക്കാരും പിന്തുടർന്നത്.